പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-18 മുതൽ 21-24 തിരുവചനങ്ങൾ. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ഈ വചനഭാഗത്തിലൂടെ ഇന്ന് തിരുസഭ വിശുദ്ധ ജോസഫിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മളും ജോസഫിനെ പോലെ എളിമയോടുകൂടി നീതിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി തന്നെ. മറ്റുള്ളവരുടെ പേര് കളയാതെ മറ്റുള്ളവരെ നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ നമ്മൾക്ക് പ്രവർത്തിക്കാം. ജോസഫ് കർത്താവിന്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തെ സ്വീകരിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിലായിരിക്കുന്ന ദൈവപുത്രനെ അവിടുന്ന് സ്വീകരിക്കുന്നു. ജോസഫ് എത്ര വലിയ ത്യാഗമാണ് ചെയ്യുന്നത് ഈശോയ്ക്ക് വേണ്ടി, പരിശുദ്ധ കന്യകാമറിയത്തിന് വേണ്ടി. നമ്മൾ ദൈവത്തിന് വേണ്ടി എത്രമാത്രം ത്യാഗം ചെയ്യുന്നു? നമ്മുടെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണോ നമ്മൾ ത്യാഗം ചെയ്യുന്നത്? അതോ ദൈവഹിതം നമ്മളിലൂടെ പൂർത്തിയാകുന്നതിന് വേണ്ടിയും അത് സമൂഹത്തിലുള്ളവർക്ക് നന്മ വരുന്നതിന് വേണ്ടിയാണോ എന്ന് നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ജോസഫിന്റെ മാതൃക നമ്മൾക്ക് കണ്ടുപിടിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.